എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മസ്തിഷ്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മത്തിന് അറിയപ്പെടുന്ന പേരാണ് സ്കാൽപ്പ്. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. അപ്പോൾ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകത്തിൻ്റെ പേരെന്താണ്? കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്നറിയപ്പെടുന്നു. ഇനി കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. കപാലത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 8 അസ്ഥികൾ. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉള്ള ഭാഗം മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉള്ള ഭാഗം മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ ഭാരം 1400 ഗ്രാമാണ്. അപ്പോൾ 1400 ഗ്രാമാണ് മസ്തിഷ്കത്തിൻ്റെ ഭാരം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നതുമായ ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. അപ്പം മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്ഥലമാണ് ഡ്യൂറാമേറ്റർ. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്ഥലം ഏതാണ്? ഡ്യൂറാമേറ്റർ. മെനിഞ്ചസിൻ്റെ മധ്യസ്ഥലമാണ് ആർക്കനോയിഡ്. മെനിഞ്ചസിൻ്റെ മധ്യസ്ഥലം ഏതാണ്? ആർക്കനോയിഡ്. മെനിഞ്ചസിൻ്റെ ആന്തരസ്ഥലമാണ് പയാമേറ്റർ. പയാമേറ്റർ ആണ് മെനിഞ്ചസിൻ്റെ ആന്തരസ്ഥലം. ബാഹ്യസ്ഥലം ഡ്യൂറാമേറ്റർ, മധ്യസ്ഥലം ആർക്കനോയിഡ്, ആന്തരസ്ഥലം പയാമേറ്റർ. തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം ഏതാണ്? കോർട്ടക്സ്. സെറിബ്രത്തിൻ്റെ ആന്തരിക ഭാഗം ഏതാണ്? മെഡുല്ല. സെറിബ്രത്തിൻ്റെ ആന്തരിക ഭാഗം മെഡുല്ല. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സ് ആണ്. സെറിബ്രത്തിൻ്റെ ആന്തരിക ഭാഗം മെഡുല്ലയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം ഇവയുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രമാണ്. ഇനി മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നും കൂടി പറഞ്ഞു പോവാം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലമാണ്. ക്രേനിയം എന്നറിയപ്പെടുന്നു. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ കേന്ദ്ര നാഡീവ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ ഏതാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ ഭാരം 1400 ഗ്രാമാണ്.
മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രവം എന്താണ്? മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നു, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്ഥലം ഡ്യൂറാമേറ്റർ. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്ഥലം ഡ്യൂറാമേറ്റർ. മെനിഞ്ചസിൻ്റെ മധ്യസ്ഥലം ഏതാണ്? ആർക്കനോയിഡ്. മെനിഞ്ചസിൻ്റെ മധ്യസ്ഥലം ഏതാണ്? ആർക്കനോയിഡ്. മെനിഞ്ചസിൻ്റെ ആന്തരസ്ഥലം പയാമേറ്റർ. മെനിഞ്ചസിൻ്റെ ആന്തരസ്ഥലം ഏതാണ്? പയാമേറ്റർ. തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം. തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സ്, ആന്തരിക ഭാഗം മെഡുല്ല. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സും ആന്തരിക ഭാഗം മെഡുല്ലയുമാണ്. ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഐച്ഛിക പ്രവർത്തനത്തിലെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം ഇതെല്ലാം ചോദിച്ചാൽ സെറിബ്രമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം ഇതെല്ലാം സെറിബ്രമാണ്. അടുത്തതായി സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടക്സ്. അതുപോലെ മുൻ മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ ആ ടേം ആലോചിച്ച് വെച്ചോ, ബേസൽ ഗാംഗ്ലിയ. മുൻ മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെ അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രൊക്കാസ് ഏരിയ. അപ്പോൾ സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രൊക്കാസ് ഏരിയ. ഇനി ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ ഏതാണ്? സെറിബെല്ലം. ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനത്തിലെ ങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. അപ്പോൾ നമുക്ക് സെറിബെല്ലം നോക്കാം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം പേശി പ്രവർത്തനത്തിലെ ങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഇതെല്ലാം എന്താണ്? സെറിബെല്ലമാണ്. സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായി കാണുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? തലാമസ്. തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ്. അതുപോലെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ്. അപ്പം തലവേദന എന്ന് ആലോചിച്ച് വെച്ചാൽ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗമാണ് തലാമസ്. അപ്പം നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ഏതാണ്? തലാമസ്. ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ഇനി ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുമ്പോൾ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് തന്നെയാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ എന്താണ്?
ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതുപോലെ തന്നെ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗം ഹൈപ്പോതലാമസ് തന്നെയാണ്. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ 2 എണ്ണമാണ്, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടി നോക്കാം. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളി ഏതാണ്? സെറിബ്രൽ കോർട്ടക്സ്. മുൻ മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ. അപ്പം മുൻ മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും കൂട്ടത്തിന് അറിയപ്പെടുന്ന പേരാണ് ബേസൽ ഗാംഗ്ലിയ. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബ്രോക്കാസ് ഏരിയ. ഇനി സെറിബെല്ലത്തിനെ കുറിച്ചിട്ടാണ് 4 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ശരീരതുലനാവസ്ഥ, അപ്പോൾ ശരീരതുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായി കാണുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. ഇനി അടുത്തത് തലാമസിനെ കുറിച്ചിട്ടാണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് തലാമസ് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? തലാമസ്. അതുപോലെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. ഒന്നുകൂടി നോക്കാം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം, നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം, ഇതെല്ലാം തലാമസ് ആണ്. ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുമ്പോൾ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ഇനി ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന 2 ഹോർമോണുകളാണുള്ളത്, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ ഇത്രയും. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പോൾ സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ഇനി ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പോൾ നമ്മൾ ഐച്ഛിക പ്രവർത്തനങ്ങൾ ഏത് തലച്ചോറിലെ ഭാഗമാണ് നിയന്ത്രിക്കുന്നത്? സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനമാവുമ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനം സെറിബ്രം, അനൈച്ഛിക പ്രവർത്തനം മെഡുല ഒബ്ലാങ്കേറ്റ. ഏതെല്ലാമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ? ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയവ. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ്. അപ്പോൾ തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അതാണ് പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥ, അതാണ് പാർക്കിൻസൺസ് ഡിസീസ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. രക്തം കട്ടപിടിക്കുന്ന ഒരു രോഗാവസ്ഥ, രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. ഇനി മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. അപ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. ഇനി മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അപ്പം മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അണുബാധയാണ്, മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് ഡിസ്ലെക്സിയ. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ ഏതാണ്? ഡിസ്ലെക്സിയ. മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസാപ്പോഗ്നോസിയ. പ്രോസാപ്പാഗ്നോസിയാണ് ഫേസ്
ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ പ്രോസാപഗ്നോസിയാണ്. മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പരാലിസിസ്. അപ്പോൾ ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പരാലിസിസ്, തളർവാദം. ഇനി പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ വരുന്നത് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ സഹായത്തിലാണ്? വെർണക്സ് ഏരിയ. അപ്പോൾ നമ്മൾ ബ്രോക്കാസ് ഏരിയ നമ്മൾ പഠിച്ചു, അതുപോലെ അത് നമ്മൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രമാണ് മനസ്സിൽ വരുന്നതെങ്കിൽ മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്തിൻ്റെ സഹായത്താലാണെന്ന് ചോദിച്ചാൽ വെർണക്സ് ഏരിയ. വെർണക്സ് ഏരിയ ആദ്യമായിട്ട് വിവരിച്ച വ്യക്തിയാണ് കാൾ വെർണക്ക്, ജർമ്മൻ ന്യൂറോളജിസ്റ്റാണ് കാൾ വെർണക്ക്. അപ്പോൾ വെർണക്സ് ഏരിയ ആദ്യമായിട്ട് വിവരിച്ച വ്യക്തി കാൾ വെർണക്ക്, ജർമ്മൻ ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടി നോക്കാം. സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ഇനി നമുക്ക് മസ്തിഷ്കത്തിനേക്കുന്ന കുറച്ചധികം രോഗാവസ്ഥകളാണ്, മസ്തിഷ്കത്തിലുണ്ടാകുന്ന രോഗാവസ്ഥകൾ. അത് നമുക്ക് നോക്കാം. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൾഷിമേഴ്സ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൾഷിമേഴ്സ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ്. എന്താണ്? ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. അപ്പോൾ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമിറേജ്. അപ്പോൾ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമിറേജ്. ഇനി മസ്തിഷ്കത്തിലെ സ്ഥരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ മസ്തിഷ്കത്തിലെ സ്ഥരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. ഇനി അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ ഏതാണ്? ഡിസ്ലെക്സിയ. മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസാപഗ്നോസിയ. ഏതാണ്? പ്രോസാപഗ്നോസിയ, ഫേസ് ബ്ലൈൻഡ്നെസ്. ഇനി ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പരാലിസിസ്, തളർവാദം എന്നറിയപ്പെടുന്നു. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പരാലിസിസ്. ഇനി പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ വരുന്നത് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ സഹായത്താലാണെന്ന് ചോദിച്ചാൽ വെർണക്സ് ഏരിയ. വെർണക്സ് ഏരിയ ആദ്യമായിട്ട് വിവരിച്ച വ്യക്തിയാണ് കാൾ വെർണക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാം, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം, പിന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ 10th മെയിൻസ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മസ്തിഷ്കം. ഇത് നോക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും പോകരുത്.